പ്രകാശ് പതുക്കോൺ ഓൾ ഇംഗ്ലണ്ട് ബാഡ്മിൻ്റൺ ചാമ്പ്യൻ ആകുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഓൾ ഇംഗ്ലണ്ട് ചാമ്പ്യൻഷിപ്പ് നേടുന്നത് 1980-ലാണ്. അന്ന് ടീമിൻ്റെ കോച്ച് ഞാനായിരുന്നില്ല, ഒരു മിസ്റ്റർ TPS പുരിയായിരുന്നു. ആ 80 കഴിഞ്ഞതിന് ശേഷം പിന്നൊരു ഓൾ ഇംഗ്ലണ്ട് ചാമ്പ്യൻഷിപ്പിൻ്റെ വിജയം കണ്ടെത്തുന്നത് ഗോപിചന്ദിലൂടെയാണ്. അത് 2001-ൽ അന്ന് ഞാൻ ഇന്ത്യൻ ടീമിൻ്റെ മാനേജറായിരുന്നു ഓൾ ഇംഗ്ലണ്ട്. പല കളിക്കാരെയും ട്രെയിൻ ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അതിൽ പ്രമുഖരാണ് പ്രകാശ് പതുക്കോൺ, സായദ് മോദി, വിമൽ കുമാർ, ഗോപിചന്ദ്. ഇങ്ങനെ ഇന്ത്യയിലെ ടോപ്പ് ലെവലിൽ കളിച്ചിട്ടുള്ള എല്ലാ കളിക്കാരെയും ട്രെയിൻ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മധുമിത ബിഷ്ത് അതിൽ പ്രമുഖയാണ്. ഷി വാസ് 9 years കൺസിക്യൂട്ടീവ് നാഷണൽ ചാമ്പ്യൻ. മധുമിത ബിഷ്ത്, അർജുന വാർഡി, അങ്ങനെ പല രംഗത്തും കഴിവ് തെളിയിച്ച ഒരു ബാഡ്മിൻ്റൺ കളിക്കാരിയായിരുന്നു മധുമിത ബിഷ്ത്. ഇങ്ങനെ കുറേ അധികം പേരെ ദേശീയ തലത്തിൽ പ്രശംസ പിടിച്ചു പറ്റിയ പല കളിക്കാരെ, അതിൽ ഒരുപക്ഷെ ഞാനൊരു പ്രമുഖ സ്ഥാനം കൊടുക്കുന്നത് ജോർജ് തോമസിനാണ്. അതിന് കാരണം ജോർജ് തോമസ് ഇവിടെ നിന്ന് കളിച്ച് നാഷണൽ ചാമ്പ്യനായി, ദേശീയ ചാമ്പ്യനായി മാത്രമല്ല അർജുന അവാർഡ് കൂടാണ്. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ പല പ്രാവശ്യം റെപ്രസെൻ്റ് ചെയ്തു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 14 തവണ ഇന്റർ യൂണിവേഴ്സിറ്റി ഓൾ ഇന്ത്യ ടൈറ്റിൽ നേടി. പുരുഷ വിഭാഗം, വനിതാ വിഭാഗം 11 വർഷം ദേശീയ കിരീടം നേടി ഇന്റർ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻസായി. അപ്പോൾ ഇതിൽ ഈ ജോർജ് തോമസിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഭാരത് പെട്രോളിയത്തിൽ കൊച്ചി റിഫൈനറീസിൽ ജനറൽ മാനേജർ തസ്തികയിലാണ് ജോലി ചെയ്യുന്നത്. സ്പോർട്സ് രംഗത്തൂടെ ഉയർന്ന സ്ഥാനം കരസ്ഥമാക്കിയ ഇതുപോലെ കുറേ അധികം കളിക്കാർ നമുക്കുണ്ട്. അതിൽ എടുത്തു പറയാവുന്നവരാണ് സനാബ് തോമസ്, രൂപേഷ് കുമാർ, പിന്നെ ജസീൽ പി ഇസ്മയിൽ. ഇവരൊക്കെ ദേശീയ തലത്തിൽ അംഗീകാരം പിടിച്ചു പറ്റിയ കളിക്കാരാണ്. അതിൽ സനാബ് തോമസ്, രൂപേഷ് കുമാർ കൂട്ടുകെട്ട് തുടർച്ചയായി 9 വർഷം ദേശീയ ചാമ്പ്യന്മാരായിരുന്നു. അതൊരു റെക്കോർഡാണ്. ഇങ്ങനെ അനവധി കളിക്കാരെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു. പിന്നെ പി സി തുളസി ആ കാലഘട്ടത്തിൽ, ഇപ്പോൾ കുറച്ച് വർഷം മുമ്പ് അന്നത്തെ ദേശീയ ചാമ്പ്യനെ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ തോൽപ്പിച്ചുകൊണ്ട് സ്വർണ്ണ മെഡൽ നേടി. ഒക്കെ ഒരു ചരിത്ര സംഭവമാണ്. അതുപോലെ കാലിക്കറ്റ് നിന്നുള്ളൊരു അപർണ ബാലൻ, PC തുളസിയോടൊപ്പം എടുത്തു പറയാവുന്നുള്ള അപർണ ബാലൻ, ആരതി സാറ സുനിൽ, ഇവരൊക്കെ 7-8 വർഷം ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്ത് യൂബർ കപ്പിനും ലോക ചാമ്പ്യൻഷിപ്പിലും ഒക്കെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച കളിക്കാരാണ്. അപർണ ബാലൻ 9 വർഷം ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. അതുപോലെ PC തുളസിയും വളരെ കാലം. ഇപ്പോഴും അവർ ഈ രംഗത്ത് സജീവമായി നിലകൊള്ളുകയാണ്.